കേട്ടോ. തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ തലപ്പാറയ്ക്ക് മുൻപുള്ള സ്റ്റോപ്പ് വലിയ പറമ്പ്, അതായത് MCM പുള്ളാട്ട് ഓഡിറ്റോറിയം എന്നൊക്കെ പറയും. ആ ഒരു ഭാഗത്താണുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ വലിയ ഉയർന്ന കുന്ന് ഭാഗങ്ങളായിരുന്നു. ഇവിടെയൊക്കെ മാന്തി സ്റ്റഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഭാഗങ്ങളുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അവിടെ തലപ്പാറ പാടത്ത് ഇവിടുന്ന് നേരെ കാണേണ്ടത് തലപ്പാറ പാടം, ആ സൈഡ് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അന്ന് പൈൽ ടോപ്പിൻ്റെ അവിടെ പൈലിങ്ങും അതിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൈൽ ടോപ്പ് പൊട്ടിച്ച് അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈൽ ടോപ്പ് കട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് കാണാം. ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ട് കാണാം. തൃശ്ശൂർ കോഴിക്കോട് വണ്ടിയുടെ ഒരു ജഗ പുക പോക്കാണ് ടൈപ്പോണ്ട്. തൃശ്ശൂർ കോഴിക്കോട് ലിമിറ്റഡിൻ്റെ പോക്ക് ഹോണടിയൊക്കെയാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഇവിടെ പണികളൊക്കെ തുടങ്ങാനും വേണ്ടിയിട്ട് ഡിവൈഡറൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഭാഗം റോഡ് വീതി കൂട്ടി ഓരോരോ പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ കേട്ടോ, ഇവിടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടേജൊക്കെ പോയി അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ നടന്ന് കയ്യിലായ സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇതിന് വലിയ കുന്നായിരുന്നു. കുന്നൊക്കെ ഇടിച്ചാണ് ഇപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലേക്ക് ആക്കിയത്. ഈ സൈഡിലുള്ള പാറ ഇതുപോലത്തെ പാറ ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഏകദേശം പകുതിയിലധികവും ഈ പാറ ഇടിച്ച് താഴ്ത്തി ഇവിടുന്ന് മണ്ണുകളൊക്കെ എടുത്ത് പോകുന്നുണ്ട്. അതിനുള്ള പരിപാടികൾ തുടങ്ങാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ രാവിലെ ആയപ്പം നമ്മളിന്ന് കുറച്ച് രാവിലെയാണ്, കാരണം ഉച്ച സമയത്ത് വെയിൽ സഹിക്കാൻ പറ്റണില്ല. വീഡിയോ എടുക്കാൻ മുഴുവനാകുന്ന മുന്നേ നമ്മൾ ഓടിപ്പോവാണ് അറിയാതെ, അത്രക്കും ചൂടാണ്. അപ്പോൾ ഒരുപാട് ലെങ്ത്ത് സ്ഥലമുണ്ട് കേട്ടോ. ഈ മാന്തി ഇട്ടൊക്കെ കുറേ സ്ഥലമുണ്ട്. ഇതൊക്കെയാണ് തലപ്പാറ പാടത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണിക്കാം. ഇവിടെയൊക്കെ വീടുണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. നമ്മൾ അറിയുന്ന ആളുകളെ വീട് തന്നെയായിരുന്നു കേട്ടോ ഈ ഭാഗത്തൊക്കെ. ഇവിടെയൊക്കെ അന്ന് സർവേ അളവ് നടന്നിരുന്ന സമയത്ത് ആളുകൾക്ക് അടി കിട്ടിയിട്ട് ഈ പാടത്തേക്ക് ഓടിച്ചാടിയ കാഴ്ച നമ്മൾ കണ്ട കാഴ്ചയാണ്. സമരക്കാർ വന്നിട്ട് സമരക്കാർക്ക് ഈ ഇടവഴിയൊക്കെ ഇതൊരു ഇടവഴിയാണ്. ഈ ഇടവഴിയിലൂടെയൊക്കെ സമരക്കാർ ഓടിയിട്ട് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതായത് നമ്മൾ കണ്ടതാണ്. അടി കിട്ടിയ കാഴ്ചകളും ഇവിടെ ലഹളകളും റോഡൊക്കെ ആക്കിയ കാഴ്ചകളൊക്കെ അന്ന് എല്ലാവരും ന്യൂസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഭാഗമാണ് ഇത്, വലിയ പറമ്പ്. ശബരിമല സ്വാമിമാരുണ്ട് കേട്ടോ അവിടെ. ഇവിടെ വെള്ളം സൗകര്യമുണ്ട്. അപ്പോൾ അവർക്ക് കുളിക്കാനും ഫ്രഷ് ആവാനൊക്കെ KNRCൻ്റെ ഒരു കിണറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരുവിധം ദിവസങ്ങളിലൊക്കെ രാവിലെ ഇങ്ങനെ കാണാറുണ്ട്, അയ്യപ്പ ഭക്തന്മാർ കാണാറുണ്ട്. ഒരു ഇതിൽ നോക്കിയാൽ വലിയൊരു ഉപകാരമാണ് അവർക്ക് പോണ യാത്രയിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ തോടുകളിലൊക്കെ വെള്ളം വറ്റി, അപ്പോൾ തോട്ടിലൊക്കെ ഇറങ്ങലുണ്ട് അവർ. പക്ഷേ തോട്ടിലൊക്കെ ഇപ്പോൾ വെള്ളമില്ല. തോട്ടിലൊക്കെ വെള്ളം കുറച്ച് നേരത്തെ വറ്റിയിട്ടുണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ. ഇപ്പോൾ ഇവിടെ ഒരു വലിയ തോടുണ്ട്, അവിടെ വെള്ളം ഉണ്ട്. പക്ഷെ ഇവിടെ പണികൾ നടക്കുന്നതുകൊണ്ട് അവിടെയും ഇറങ്ങാനൊന്നുള്ള സൗകര്യമില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓവുപാലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾക്കൊക്കെ സുഖമായിട്ട് നടന്നു പോകട്ടോ. ഇവിടുത്തെ KNRCൻ്റെ വർക്കേഴ്സാണ് ആ പോണ്ട്. ഒരാളവിടെ ഇറ്റാച്ചിൻ്റെ ഒരാളതാ ഫുഡ് കഴിക്കണത്. കർണാടക അയ്യപ്പ ഭക്തന്മാരാണ്. നമ്മളവിടെ പോകുമ്പോൾ പൈൽ ടോപ്പ് പൊട്ടിക്കണ പരിപാടികളൊക്കെ അവിടെ പണി ഇപ്പോൾ നടക്കുന്നുണ്ടാവാൻ സാധ്യതയില്ല. ഈ സമയം ആയതുകൊണ്ട് എന്തായാലും അങ്ങോട്ട് പോവാം. ഇത് അടുത്തൊരു പാലം. ഇവിടെ ഒരു വണ്ടിയൊക്കെ സുഖമായിട്ട് പോകട്ടോ. ഓക്കെ, ഒരു വണ്ടിയൊക്കെ സുഖമായിട്ട് പോവാം. ഇവിടെ നിന്നാണ് KNRC ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യത്തിന് ഇവിടുന്ന് ഈ 1-2 കിണറുകളെ കുഴലുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ പൈൽ ടോപ്പ് പൊട്ടിച്ചിട്ട് കൊണ്ടിട്ടാണ് കേട്ടോ. പൈൽ ടോപ്പ് പൊട്ടിച്ചിട്ടുണ്ട്. ഒരു സൈഡത്തെ പൈൽ ടോപ്പിൻ്റെ വർക്ക് പൊട്ടിച്ച് ചെയ്യുന്ന വർക്കാണ്, മറ്റേ സൈഡ് മാന്തിയിട്ടില്ല. അത്യാവശ്യം നമ്മൾ കൂരിയാട് കണ്ടിനെക്കാട്ടൊക്കെ കുറച്ചും കൂടി വലുപ്പത്തിൽ തന്നെ പൈൽ ടോപ്പ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ പൈൽ ടോപ്പിൻ്റെ ഉണ്ടോ. അതായത് മുഴുവൻ
പൈൽ ടോപ്പ് പൊട്ടിച്ച് വെച്ച ഭാഗങ്ങളാണ്, പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഇന്നാളത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഉള്ള അവിടുന്ന് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഇന്നാൾ വീഡിയോ കാണിച്ചത്. ഇതാണ് ലോഡ് ടെസ്റ്റൊക്കെ നടത്തിയ ഇതാട്ടോ, വെയിറ്റാണിത്. ലോഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പൈൽ ടോപ്പ് പൊട്ടിക്കാനുള്ളതുണ്ട്, പൊട്ടിച്ചതുണ്ട്, ഒക്കെ ഉണ്ട്, കാണിക്കാവും. എന്താട്ടോ, രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് ക്ലിയർ കുറവുണ്ടോ എന്നൊരു തോന്നൽ. നമുക്ക് വെയിലടിച്ചിട്ടാണെങ്കിൽ മനസ്സിലാവണമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഭാഗത്തൊക്കെ പൈൽ ടോപ്പ് പൊട്ടിക്കാനുണ്ട്, പൊട്ടിച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ പൈൽ ടോപ്പ് പൊട്ടിച്ച് കൂടുതൽ ഹൈറ്റിൽ തന്നെ പൊട്ടിച്ചെടുക്കാനുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ. ഒരു മീറ്റർ 1.5 മീറ്ററൊക്കെ കണ്ടിരുന്നു. ഇത് കുറച്ച് അധികം പൊട്ടിച്ച് ഒഴിവാക്കാണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്താണ് ഇത്ര ഹൈറ്റ് കൂട്ടി, എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുക, അറിയിക്കുക അറിയാത്ത കാര്യങ്ങൾ. ഓക്കെ, നമുക്കറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. തോട്ടിലത് നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളം. ഇനി ഈ സൈഡിലൊക്കെ കേട്ടോ, ഈ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇവിടെ ഇതൊക്കെ ആ സൈഡിലെ മണ്ണിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, പൈൽ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ പൊട്ടിക്കാനുണ്ടാവും. ഇവിടെയൊക്കെ പണി നടക്കുമ്പോൾ ഈ ഒരു വെണ്ണുള്ള പൈപ്പിലൂടെ ഉണ്ടോ ഇതൊക്കെ വെള്ളമൊക്കെ ഒഴിവാക്കണ്ടേ. നമുക്കിനിയിപ്പോൾ അപ്പുറത്തേക്ക് ഇവിടുന്ന് കടക്കാൻ മാർഗമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇതൊക്കെയാണ് കേട്ടോ. ഇനി ആ ഭാഗങ്ങൾ റോട്ടിലേക്ക് കയറിയിട്ട് ആ സൈഡ് കുന്ന് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും സബ് ചെയ്യാതെ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇവിടെയൊക്കെ ചെയ്യാനുള്ളതാണ്. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഭാഗം, ഈ ക്യാമറയിൽ ഈ ഉൾപ്പെട്ട ഭാഗം, ഈ കവുങ്ങ് തെങ്ങൊക്കെ ഉള്ള ഈ ആളുകളതായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് കഴുങ്ങും തെങ്ങും മാത്രം ഉണ്ടായിരുന്നത്. അത്യാവശ്യം ഈ സൈഡിൽ കഴുങ്ങും തെങ്ങും മാത്രം ഉണ്ടായിരുന്ന ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഈ നിൽക്കേണ്ട ഈ മണ്ണിട്ട് നികത്തിയ ഈ ഭാഗം നമ്മൾ റോഡിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ. എന്തൊക്കെയാണ് റോഡിൻ്റെ മുകളിലേക്ക് കയറി ഈ റോട്ടിന്മേൽ ഇവിടെ ഈ വീതി കൂട്ടാൻ പരത്തിയത് എന്താണെന്ന് എന്നൊക്കെ അറിയാം കേട്ടോ. നാളെ ഇവിടുന്ന് റോഡ് പൊളിച്ച ഒരു പൊടിയുണ്ടല്ലോ, ആ ഒരു പൊടിയാണ് കേട്ടോ. റോഡ് പൊളിച്ചൊരു പൊടിയാക്കി കൊണ്ടുവരുന്നത് ആ റോഡിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഈ കൊടന്ന് ഇവിടെ പരത്തിക്കേണ്ടത്. അപ്പോൾ അത് നല്ല ഉപയോഗപ്രദമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഒരു ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റോഡ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഈ ഭാഗം പണി നടക്കാനുണ്ട്. അപ്പോൾ ഒരു സൈഡ് റോഡ് എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു സൈഡ് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്.